നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് വയനാട്ടിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഒരു പാസ്റ്ററെ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയ ഒരു വിഷയം വീണ്ടും മാധ്യമ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പാസ്റ്ററുടെ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കയ്യേറ്റം നടത്താനായിരുന്നു ശ്രമം നടത്തിയത്. അതിൽ പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ദൃശ്യങ്ങൾ വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം നടത്തുക, സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ കണ്ടാലറിയാവുന്ന ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ പാസ്റ്റർ ഹിന്ദു വീടുകളിൽ കയറിയാൽ കാല് വെട്ടിക്കളയുമെന്നായിരുന്നു ബജ്റംഗ് ദളിന്റെ ഭീഷണി. ബത്തേരി ടൗണിൽ വെച്ചായിരുന്നു ഈ സംഭവമൊക്കെ അരങ്ങേറിയത്. പാസ്റ്ററുടെ വാഹനം തടഞ്ഞു നിർത്തി ബജ്റംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ചില ദൃശ്യങ്ങൾ വൈറലായി തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയായിരുന്നു. സംഭവം നടന്നത് ഈ അടുത്തൊന്നും തന്നെയല്ല, ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനായി ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പോയ പാസ്റ്ററെയാണ് വഴിയിൽ തടഞ്ഞു നിർത്തി ബജ്റംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത്. ഹിന്ദു വീടുകളിൽ നീ കയറിയാൽ അടിയായിരിക്കില്ല, പകരം കാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാസ്റ്ററെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയത്. യുവാക്കളാണ് ഇക്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളത് വീഡിയോയിൽ കാണാൻ സാധിക്കും. സംഭവത്തിൽ വലിയ തോതിൽ തന്നെയാണ് ജനരോഷം ഉയർന്നിരിക്കുന്നത്. എന്തായിരുന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ടായിരുന്നു RPF ഇവരെ അറസ്റ്റ് ചെയ്തത്. മലയാളികളായ 2 കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ബിലാസ്പൂർ NIA കോടതിയാണ് പരിഗണിച്ചത്. ഇന്നലെ രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കേസ് ഡയറി ഹാജരാക്കാൻ NIA കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം കൊടുത്തു. തുടർന്ന് കേസ് ഡയറി ഹാജരാക്കി ഇത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയത്. പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾക്കെതിരായ നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചില്ല. കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ മറുപടി കൊടുത്തത്. അതിനെ തുടർന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞപ്പോൾ ഇത് അനുകൂലമായി മാറി. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാൽ കാലതാമസമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ബിലാസ്പൂരിലെ NIA കോടതി തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സഭാ നേതൃത്വം തീരുമാനിച്ചത്. മുതിർന്ന അഭിഭാഷകൻ അമൃതദാസാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഇവർക്കൊപ്പം 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇരുവർക്കുമെതിരെ നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. സിസ്റ്റർ പ്രീതിയാണ് കേസിലെ 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതിയും. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കെത്തിയതായിരുന്നു 3 പെൺകുട്ടികളുമെന്നായിരുന്നു കന്യാസ്ത്രീകളുടെ വാദം. അതേസമയം ഈ സംഭവത്തിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുന്നത്. പക്ഷേ നിലപാട് വ്യക്തമാക്കാതെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നിലപാടിൽ ക്രൈസ്തവ സഭകൾക്കുള്ള അമർഷം കടുക്കുകയാണ്. സംഭവം നടന്ന അന്നു മുതൽ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന സമീപനം സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലെ ഒരു ഭാഗം നേതാക്കൾക്കും കടുത്ത എതിർപ്പായിരുന്നു. എന്നിരുന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെയാണ് വിയോജിപ്പടക്കം രേഖപ്പെടുത്തിയത്. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന നേതാവ് KP ശശികല അടക്കമുള്ള നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ നിലപാടിനെ വിമർശിച്ചിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര പ്രതിരോധ മന്ത്രി അമിത്ഷായെയും ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ മോചിതരായ ഇന്നലെ അവരെ പാർപ്പിച്ചിരുന്ന ജയിലിലെത്തുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നടപടിയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ടായ കടുത്ത അതൃപ്തിയും അതുപോലെ പ്രതിഷേധവും പരിഹരിക്കാനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലുമായി CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായും ബിഷപ്പ് ഹൗസിലെത്തി രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.